ഫ്രണ്ട്സ് ഇതൊരു എക്സ്പീരിയൻസിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ്. അയ്യോ എടാ വേന എടുക്കുന്നുണ്ടോ? സ്വന്തമായിട്ട് ആരെങ്കിലും വ്യക്തി ഉണ്ടാക്കിയത് യൂണിവേഴ്സലായിട്ട് ഇങ്ങനെ ഉണ്ടായതാണ്. സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ്. മാളു എങ്ങനെയുണ്ട് സ്ഥലം? ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അപ്സിംഗ് ക്രിയേഷൻസ്. നമ്മൾ ഇപ്പോൾ ഡെറാഡൂൺ വഴി കുലു മണാലി പോകാൻ പോവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മോർണിംഗ് തന്നെ ഇവിടെ എത്തിയായിരുന്നു. ഇപ്പോൾ ഫ്രഷപ്പ് ഒക്കെ ആയി കുറച്ച് നേരം വെളുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ്. നമ്മളിപ്പം ഡെറാഡൂണിൻ്റെ കുൽഹാനിലാണുള്ളത്. ഇവിടെ എൻ്റെ ചേട്ടൻ പഠിക്കുന്ന കോളേജിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഗൈസ്. സിറ്റിയിൽ നിന്നൊക്കെ മാറി ഒരു മലകളുടെ ഇടയിലുള്ളൊരു സ്ഥലം. കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള യാത്രകളിലോട്ട് പോകും. ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ചേട്ടൻ. പേര് പീറ്റർ എന്നാണ്. ഇവിടെയാണ് പഠിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷന് പോവുകയാണ്. ഡെസ്റ്റിനേഷൻ്റെ പേര് റോബേഴ്സ് കേവ് എന്നാണ്, കള്ളന്മാരുടെ ഗുഹ. സീൻ റോഡ്, നമ്മളെ മലയാണല്ലേ ഇറങ്ങുന്നേ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റോബേഴ്സ് കേവിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഒരു കുട്ടിച്ചാത്തൻ്റെ പടം. ഫ്രണ്ട്സ്, ഇവിടെ നിങ്ങൾ ഷൂസൊക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ ചപ്പൽ റെൻറ്റിന് വെച്ചിട്ടുണ്ട്. 10 രൂപ 5 രൂപയൊക്കെയാണ്. 10 രൂപ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ചപ്പൽ നിങ്ങൾ മാറ്റി ഷൂസൊക്കെ മാറ്റിയിട്ട് ഈ ചപ്പൽ ഇട്ടുകൊണ്ട് വേണം മുകളിലെടുക്കാൻ. കാരണം ഗ്രിപ്പുള്ള ചെരുപ്പുകൾ വേണം. വെള്ളത്തിൽ കൂടെയൊക്കെയാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ സാധാ നമ്മളെ ഷൂസൊക്കെ ഇട്ടുകൊണ്ട് പോയാൽ സ്ലിപ്പാവും. അതുകൊണ്ട് ഇങ്ങനത്തെ ചപ്പലൊക്കെ ഇട്ടുകൊണ്ട് വേണം പോകാൻ. ഇവിടെ ആ മാളൂന് ചെരുപ്പ് മാറ്റുകയാണ്. ഫ്രണ്ട്സ്, നമ്മുടെ ചേട്ടൻ ഇവിടെ ടിക്കറ്റ് എടുക്കുകയാണ്. ഫ്രണ്ട്സ്, ഇവിടെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് 35 രൂപ പെർ പേഴ്സൺ. ഇവിടെ എൻട്രി കണ്ടോ ഗൈസ്? ഇത് കുട്ടിച്ചാത്തൻ്റെ ഫേസ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിനി അകത്തോട്ട് പോകാം. വാ ലിജോ, നീ എങ്ങനെ കള്ളന്മാരുടെ റൂമിൽ താമസമാക്കൂ? ജെറിൻ താമസാക്കും. ജെറിൻ കള്ളനല്ലയോ? അതെ, ഞാൻ കള്ളനാ. നീ കള്ളന് കഞ്ഞി വെച്ചാണ്. ജെറിൻ കക്കാൻ പഠിച്ചാ നിക്കാൻ പഠിക്കുന്നുണ്ടോ? ഷൂട്ട് നടക്കുകയാണ് ഗൈസ്, കല്യാണ ഷൂട്ട്. ഫ്രണ്ട്സ്, ആദ്യമായിട്ട് കാല് വെള്ളത്തിൽ വയ്ക്കാൻ പോവാണ്. നല്ല തണുപ്പുണ്ട്. വാ. കാല വായി കൂടെ. ഓഹോ ഗൈസ്, എങ്ങനെയുണ്ട്? എന്തുണ്ട് ലിജോ? ചെറിയ ഒഴുക്കുള്ള വെള്ളമാണ്, പക്ഷെ നല്ല തണുത്ത വെള്ളമാണ്. മലയെന്ന് പറഞ്ഞ വെള്ളം. നമ്മളിങ്ങനെ ഈ ഗുഹയ്ക്കകത്ത് കയറാൻ പോവാണ്. കണ്ടോ ഗൈസ്, കുഞ്ഞുറവ. നമ്മളിവിടെ വന്നൊരു മലയാളിയെ പരിചയപ്പെട്ടിട്ടുണ്ട് ഗൈസ്. ചേട്ടൻ്റെ പേരെന്നാ? ഷറാസ്. അപ്സിൻ യൂട്യൂബർ. യോധയൊക്കെ എവിടെ നിന്നാണോ ഷൂട്ട് ചെയ്തേ? യോധ. ഓ മാൻ, ഇത് കണ്ടില്ല കേട്ടോ. സീൻസാണ്. നിങ്ങളിപ്പോ ഫ്രണ്ടോട്ട് പോ. ഫ്രണ്ട്സ്, ഇതൊരു എക്സ്പീരിയൻസിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ്. ചുറ്റും ഇങ്ങനെ പാറകളുടെ ഇടയിൽ കൂടെ തണുത്ത വെള്ളത്തോടെ നമ്മൾ നടന്നു പോവുകയാണ്. അങ്ങോട്ട് നല്ല രസമുണ്ട്. ഫ്രണ്ട്സ്, നല്ല തണുത്ത പാറയാണ്. അടിപൊളി ഷോട്ട്. കാല് പൊക്കണ്ട, നിരക്കിയാ മതി. കാല് പൊക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടാവുന്നത്. ഓ സോറി, ഞാൻ പറഞ്ഞ അളവ് തെറ്റിപ്പോയി. നീ കാല് പൊക്കി നടക്കണോണ്ടാ ഞാൻ പറഞ്ഞത്. ഒരു സെക്കൻഡ്.
നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു 100-200 രൂപ പറഞ്ഞാൽ വെറും 35 രൂപയ്ക്കാണ് നമ്മൾ ഈ സംഭവത്തിൽ വന്നത്. നമ്മൾ അമ്യൂസ്മെന്റ് പാർക്കിൽ പോണെങ്കിൽ കൊടുക്കണം 1000 രൂപ. വെറും 35 രൂപ. ഞാൻ പേടിച്ച്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ചെറിയ ചെറിയ പാറകൾ ഇതിൽ ഒട്ടിയിരിപ്പുണ്ട്. നമ്മൾ പണ്ട് ഈ ജോഗ്രഫിയിലൊക്കെ മറ്റേ സെഡിമെന്റേഷൻ ആ സാധനമൊക്കെ ഉണ്ടല്ലോ, പല ഗ്രാനൈറ്റ് ഉണ്ടാവുന്ന, മാർബിൾ ഉണ്ടാവുന്ന, അതിന്റെ ഒരു ചെറിയ ഫോർമേഷനാണ് ഇത്. കല്ലുകളൊക്കെ ഒട്ടി ഒട്ടി മഴയത്ത് വരുന്നത്. എത്രയോ വർഷങ്ങൾ കൊണ്ട് ഇത് സംഭവിച്ചായിരിക്കും. സ്വന്തമായിട്ട് ആരും വെട്ടി ഉണ്ടാക്കിയത് യൂണിവേഴ്സലായിട്ട് ഇങ്ങനെ ഉണ്ടായതാണ്. പക്ഷെ കണ്ട ആരും ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്ന ഒരു പാർട്ട് ഉണ്ടാക്കിയത്. പക്ഷെ ഇതൊക്കെ നാച്ചുറലായിട്ട് ഉണ്ടായ സംഭവമാണ്. അടിപൊളിയാണ്. നല്ല തെളിഞ്ഞ വെള്ളം. മാളു എങ്ങനെയുണ്ട് സ്ഥലം? അതെന്തോന്ന് ഇങ്ങനെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല ഇതിനു മുമ്പ്? ആ, ഇത് but it's amazing. യെസ്. if you come to Dehradun, this is a must visit ആണ് ഈ സ്ഥലം. I mean just for 35 rupees ഇങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും കിട്ടത്തില്ല. അമ്യൂസ്മെന്റ് പാർക്കിൽ പോലെ ഈ ഒരു സംതൃപ്തി കിട്ടില്ല. We'll give 1000 something plus കൊടുക്കണം. भैया ये क्या क्या लिए भाई? शूट चल रहा है और ഷൂട്ടിന് വേണ്ടി. ഫ്രണ്ട്സ്, നമ്മളിവിടെ കുറച്ച് നേരം സ്റ്റക്കാണ്. കാരണം അവിടെ ഷൂട്ടിങ് നടക്കുകയാണ് എന്തോ കാര്യത്തിൻ്റെ. നൈസായിട്ട് സിനിമ ഷൂട്ടിങ് നടക്കുകയാണ്. ഈ പുകയൊന്നും ഇവിടെ ഉള്ളതല്ല, ആർട്ടിഫിഷ്യലാണ്. സ്റ്റോറി ലീക്ക് ചെയ്യാൻ പാടില്ല. പൈസ കണ്ടുകൂടാ അതിന്. ആ, എന്താ സീനുണ്ടോ? വിളിക്കുക. ഏയ്യോ എടാ, വേൻ എടുക്കുന്നുണ്ടോ? ചെരുപ്പിടണ്ടെങ്കി ഇവിടെ ഇട്ടോ വേണമെങ്കിൽ. അതല്ല, ഇവിടെ കായലിട്ടോണ്ട് വെക്കോ, എനിക്ക് കാല് മുറിയും പാറകളായോണ്ട്. പോവാം. അപ്പം ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇതേപോലെയാണ് അങ്ങോട്ടുള്ള എല്ലാ സംഭവം. കുറച്ച് പാർട്ട് സ്കിപ്പ് ചെയ്യുവാണ്, കാരണം നമുക്ക് ക്യാമറയും പിടിച്ചോണ്ട് കയറാൻ ഭയങ്കര പാട് ഗൈസ്. പക്ഷെ സ്ഥലം അടിപൊളിയാണ്. ഇത്രയൊക്കെ വേർത്താണ്. അഡ്വഞ്ചറസ് ട്രിപ്പായിട്ട് നമുക്ക് പോകാം. ചാടുമാണോ അങ്ങോട്ട് ഹനുമാൻ? ചറുക്കലില്ല, നിനക്ക് പറ്റും. പോ, ഓരോ പതിയെ പോയാൽ പതിയെ. ഫ്രണ്ട്സ്, ഇത് കണ്ടോ ഗൈസ്, ഒരാൾക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതി ഉള്ള സ്ഥലമാണിത്. പക്ഷെ നല്ല രസമുണ്ട് ഇതൊക്കെ നടക്കാൻ. തല നോക്കി അപ്പൊ തലക്കിടിയിട്ട്. ഇവിടെ വരുമ്പോ വെള്ളത്തിന്റെ ഫോഴ്സ് കണ്ടോ ഗൈസ്. എന്റെ മോനെ, നല്ല ഫോഴ്സ് ഉണ്ട് ഇവിടെ നിന്ന്. വരാ. ഇവിടെ ക്യാൻറ്റീനോ? ഓ, ക്യാൻറ്റീൻ ഒന്ന് എഴുതി വെച്ചേക്കുന്നു. എന്റെ മോനെ, അതെ പിടിച്ചോ.
വണ്ടിയുടെ ഹോബിയുണ്ട് ആള് ധൈര്യമില്ല വണ്ടിയുടെ തൂക്കത്തിൽ കളയാണ്. ഞാൻ ഉന്തിരി ഇതിനെ വളർത്തില്ല കേട്ടോ. അവിടെ ഇട്, അവിടെ ഇട്. ഓ നീ വാ വാ. दो मिनट में ओ भाई उधर का चप्पल है ना, लॉस हो जाए तो 100 रुपीज. ഓലത്തുമ്പത്തിരുന്നു നോയലാട്. ഇവിടെ ചെറിയൊരു റെസ്റ്റോറന്റ് സെറ്റപ്പ് ഉണ്ട്. ഇവിടേക്ക് എങ്ങനെയായിരിക്കും സാധനങ്ങൾ കൊണ്ടുവരണം? ഇതിലെ കൂടെ തന്നെ ആയിരിക്കും. കണ്ടോ മാഗി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കൊടുക്കുന്നില്ല. മാഗി ഓംലെറ്റ് അവിടെ കിട്ടുന്നത്. ചെറിയൊരു ഒരു കുടിൽ വ്യവസായം പേടിഎം UPI ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പേടിക്കണ്ട. അപ്പോൾ ഇതുള്ളതല്ലേ ഫ്രണ്ട്സ്, നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ കസേരയും ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. വെള്ളത്തിലിരുന്ന് മാഗി കഴിക്കാം. ഫുഡല്ല, മാഗി. ആ ശരി ശരി, ഓക്കെ ഓക്കെ സാർ. ശരി സാർ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഗുഹയുടെ വെളിയിലെത്തിയിട്ടുണ്ട്. ഒരു 1 കിലോമീറ്റർ ആവില്ല, ഒരു 500 മീറ്ററെങ്കിലും അവിടെ നിന്ന് ഇതുവരെ നടന്നു പോകണം. നല്ല സൂപ്പർ ജേർണി ആയിരുന്നു. ഇത് പറഞ്ഞ ഇതെല്ലാം ഇങ്ങനെ വന്ന് എത്ര സ്ഥലം നോക്കുന്നത് ഒരു ഓപ്പൺ സ്പേസ് ആണ്. കണ്ടോ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ കുളിക്കാം, കളിക്കാം, വെള്ളം തെറ്റി കളിക്കാം, കല്ലെടുത്തെറിയാം. വാ. ഓ പോയേനെ. ലിജോ എങ്ങനെയുണ്ട്? തളർന്നാ നാളെ എങ്ങനെയുണ്ട്? എന്താ പറഞ്ഞാലേ വെള്ളമുണ്ട്. നമ്മൾ എത്ര കിലോമീറ്റർ നടന്നു? അവിടെ നിന്ന് 1 കിലോമീറ്റർ ഇല്ലല്ലോ, 500 മീറ്റർ എങ്ങനെയല്ലേ കാണുള്ളൂ. 1 കിലോമീറ്റർ ആണോ? സത്യം പറഞ്ഞ വെള്ളവും കല്ലും പുഴകളും വെള്ളവും കല്ലും മരങ്ങളും മാത്രമേ ഉള്ളൂ. പക്ഷെ നാച്ചുറൽ നമുക്ക് ഒരുക്കിയിരിക്കുന്ന വിരുന്ന് അത് കാണേണ്ടതാണ് ഗൈസ്. നല്ല രസമുള്ള സ്ഥലമാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരേണ്ട ഒരു സ്ഥലമാണിത്, റോബേഴ്സ് കേവ്. അപ്പോൾ ഇവിടെ വരാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം എന്താ ഇവരെ പോലെ കാണിച്ചില്ല, ഇവരെ പോലെ നിക്കറൊക്കെ ഇട്ടുകൊണ്ട് വരിക. നിക്കർ ഇട്ടുകൊണ്ട് വരിക. പാൻറ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം മൊത്തമായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഡിസ്കംഫേർട്ട് തോന്നും. അതുകൊണ്ട് പാൻറ്റല്ല നിക്കർ ഇട്ടുകൊണ്ട് വരിക. പിന്നെ വേറൊരു കാര്യം, അവിടുന്ന് ചെരുപ്പ് നിങ്ങൾ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ 10 രൂപയ്ക്ക് നിങ്ങൾ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഗ്രിപ്പുള്ള ചെരുപ്പ് നോക്കിയെടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ വഴുക്കാനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പം അത് ഗ്രിപ്പ് നോക്കിയെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നല്ല ഗ്രിപ്പുള്ള ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നാലും മതി. ഷൂ ആകില്ല അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. സോ ഇനി നമ്മൾ തിരിച്ച് ഈ 1 കിലോമീറ്റർ വന്നത് തിരിച്ചു പോകാൻ പോവുകയാണ്. വീഡിയോ ഇനി എടുക്കുന്നില്ല, ഇതോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഇനിയും ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. നമ്മളിനി കുളു മണാലിയിലൊക്കെ പോണ വീഡിയോസ് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. സീ യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.